കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ നേരിടുന്ന വിഷയം വിമത ഭീഷണി തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ ഉള്ളൂർ വാർഡിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി വരുന്നു. കോൺഗ്രസ് ഉള്ളൂർ ബ്ലോക്ക് ഭാരവാഹി ജോൺസൺ തങ്കച്ചൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മുതിർന്ന കൗൺസിലർ ജോൺസൺ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് മത്സരം. ഉള്ളൂരിൽ CPM-നും വിമത സ്ഥാനാർത്ഥി ഉണ്ട്. CPM-ലെ വിമത സ്ഥാനാർത്ഥം കൊണ്ട് ശ്രദ്ധ നേടിയ വാർഡാണ് ഉള്ളൂർ. അവിടെ ഇപ്പോൾ കോൺഗ്രസിനും ഒരു വിമത സ്ഥാനാർത്ഥി വരികയാണ്. കോൺഗ്രസിന്റെ ഉള്ളൂർ ബ്ലോക്ക് ഭാരവാഹി കൂടിയായ ജോൺസൺ തങ്കച്ചനാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അത്ര ഒരു തീരുമാനം? പാർട്ടി ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ടുണ്ട്, അതിനെതിരെ മത്സരിക്കാനുള്ള കാരണം എന്താണ്? പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രവർത്തനം തുടങ്ങിയതാണ്. കാരണം യുവത്വത്തിനൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു, പാർട്ടിയിലുള്ളവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ച് വേറൊരാൾ വന്നപ്പോൾ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവർ തന്നെയാണ് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമാണ്, അല്ലാതെ വിമതനാവാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ പാർട്ടി സ്ഥാനത്തെ പ്രഖ്യാപിച്ച് അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ജോൺസൺ ജോസഫ് അവിടുത്തെ മുതിർന്ന നേതാവാണ്, നഗരസഭയിലെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ മത്സരിക്കുമ്പോൾ പാർട്ടി നടപടിയൊക്കെ വരില്ലേ? ഉണ്ടാവാം, പക്ഷേ ജനങ്ങളാണല്ലോ നടപടി എടുക്കേണ്ട ആൾ. അവരെന്തായാലും 9-ാം തീയതി ഒരു നടപടി എടുക്കും. അത് എനിക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പാർട്ടി നടപടിയെക്കാട്ടിലും ഉപരി ജനങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും അവരോടൊപ്പമാണ് നിൽക്കുന്നത്. പാർട്ടി അറിയിച്ചു ഇങ്ങനെ മത്സരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യം നേരത്തെ അറിയിച്ചിരുന്നു? അറിയിച്ചിട്ടുണ്ട്, അല്ലാതെ അവർ അറിഞ്ഞിട്ടുമുണ്ട്. കാരണം ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. നോർമലി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും, കാരണം ജനങ്ങൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെന്നോട് ഇതിനു മുമ്പേ ആവശ്യപ്പെട്ടാണ്, ഇത് ഇന്ന് ഈ ഇലക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടതല്ല, ഇതിനു മുമ്പ് അവർ പറഞ്ഞതാണ് നിനക്കായിക്കൂടെ എന്ന്. എന്തിനാണ് വെറുതെ ഇങ്ങനെ നടക്കാതെ വർക്കിനിറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ജോൺസൺ ജോസഫാണ്, നിങ്ങളുടെ പേര് ജോൺസൺ തങ്കച്ചൻ അല്ലേ? ജോൺസൺ തങ്കച്ചൻ. അതും ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയാവുന്നതാണ്, സ്വാഭാവികമായിട്ടും വെല്ലുവിളിയാവേണ്ടത്. പാർട്ടി പേരിനല്ലല്ലോ, നമ്മുടെ പ്രവൃത്തിക്കല്ലേ പ്രാധാന്യം. ഇപ്പോൾ ഒരു പേര് കണ്ട് ആര് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രവൃത്തി കണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് എനിക്ക് വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് ജനങ്ങളെ വിശ്വാസമുണ്ട്. കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ ജോസഫ് നേരെ നാലാഞ്ചേരിയുടെ ഇവിടെ ഉള്ളൂർ കൗൺസിലായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം LDF-ന്റെ ആയിരുന്നു, വനിതാ വാർഡായിരുന്നു. അതിനു മുമ്പ് പുള്ളിയായിരുന്നു അവിടുത്തെ കൗൺസിലർ. അത് കഴിഞ്ഞ് നാലാഞ്ചിറ പോയി, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് നഗരസഭയിലെ ഏറ്റവും മുതിർന്ന കൗൺസിലർമാരാൾ കൂടിയാണ് ജോൺസൺ ജോസഫ്. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്റെ തലസ്ഥാനത്തെ കൗൺസിലിലെ പ്രധാന മുഖം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ അതേ പേരിൽ ഒരു യുവ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കാൻ ഇറങ്ങുന്നത്.